തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ സിപിഐഎമ്മിൽ വിമർശനം തുടരുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ അടുത്ത തവണയും പാർട്ടി തിരിച്ചു വരില്ല എന്നാണ് കോഴിക്കോട് ജില്ലയിലെ ഏരിയ കമ്മിറ്റികളിൽ വിമർശനം. അടൂരിൽ LDFന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് KPMS പണം വാങ്ങിയത് അന്വേഷിക്കണമെന്നും ആവശ്യം. പിണറായി വിജയന്റെ ധാർഷ്ട്യം തിരിച്ചടിയായെന്ന് CPI പത്തനംതിട്ട ജില്ലാ കൌൺസിൽ യോഗത്തിൽ വിമർശനമുയർന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള കോഴിക്കോട് ടൗൺ, കൊയിലാണ്ടി, കുന്നമംഗലം ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ അടുത്ത തവണയും പാർട്ടി തിരിച്ചുവരില്ല. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ ഡാഷ് മോൻ പരാമർശം തിരിച്ചടിയായി. KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ തിരിച്ചടിയുണ്ടാകില്ലായിരുന്നു എന്നിങ്ങനെയായിരുന്നു വിമർശനം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നേതാക്കളുടെ പെട്ടി താങ്ങിവന്ന അമുൽ ബേബിയാണെന്നും കാസർഗോഡ് തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ചില അംഗങ്ങൾ നിലപാടെടുത്തു. P ജയരാജൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ KK ശൈലജയും P ജയരാജനും നേതൃത്വത്തിലേക്ക് വരണമെന്നും ആവശ്യമുയർന്നു. അതേസമയം വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചില പ്രതികരണങ്ങൾ കൊണ്ട് ഇപ്പോൾ അവർ അകന്നിട്ടുണ്ടാകാം, ഒരു സംശയമില്ല. ഓരോ ഘടകങ്ങൾക്കും പറയാനുള്ളത് കൃത്യമായിട്ട് സംശീകരിച്ച് തിരുത്തൽ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ, കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം. അടൂരിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് KPMS നേതാക്കൾ LDFൽ നിന്ന് പണം വാങ്ങിയെന്ന ഗുരുതര ആരോപണമാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിക്കുന്നത്. അടൂരിൽ CPI ഒന്നും ചെയ്തില്ലെന്നും ചിറ്റയം ഗോപകുമാറിനെതിരായ നെഗറ്റീവ് വോട്ടാണ് തോൽവിക്ക് കാരണമായതെന്നും വിമർശനമുയർന്നു. അതേസമയം പിണറായി വിജയന്റെ ധാർഷ്ട്യം തിരിച്ചടിയായെന്ന് CPI പത്തനംതിട്ട ജില്ലാ കൌൺസിൽ യോഗത്തിൽ വിമർശനമുയർന്നു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി പരാമർശം തോൽവിക്ക് കാരണമായി. ബിനോയ് വിശ്വത്തിന്റെ സമീപനം പാർട്ടിക്ക് ഗുണം ചെയ്തില്ലെന്നും ചില അംഗങ്ങൾ തുറന്നടിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.